ദൈവത്തിന്റെ അപ്പൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള ഒരു വിഷയം ഇസ്ലാമിക ലോകത്തുണ്ട്. പക്ഷെ അവരത് മറച്ചു വെച്ചിരിക്കുകയാണ്. അവരത് പറയുമ്പോൾ അബ്ദുള്ളയുടെ മകനും അബ്ദുള്ളയുടെ ആമിനുടെയും മകനായിട്ട് ഖുറൈശി ഗോത്രത്തിൽ AD 570 ജനിച്ചു എന്നൊക്കെയാണ് ഇവരുടെ കൃതികളിൽ കാണുന്നത്. പക്ഷെ അപ്പോൾ തന്നെ അവരുടെ കൃതികളിൽ മറ്റ് ചില പരാമർശങ്ങൾ കൂടിയുണ്ട്. അതായത് ആമിനയുടെ ജീവിതത്തിൽ അബ്ദുള്ള മരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ഗർഭം ധരിക്കുന്നുള്ളതായ പരാമർശങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആരാന്നുള്ളതിനെ കുറിച്ചും ഒരു ചെറിയ സംശയമുണ്ട്. ഞാൻ രണ്ട് അഭിപ്രായങ്ങൾ ഞാൻ ഇവരുടെ ഹദീസിൽ തന്നെ വായിച്ചതായിട്ട് എന്റെ കൈവശമുണ്ട്. അതൊന്ന്, മുഹമ്മദ് തന്നെ പറയുന്നുണ്ട്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാന്ന് പറയുന്നുണ്ട്. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. പക്ഷെ അദ്ദേഹം പറയേണ്ടത് അബ്ദുള്ളയുടെ മകനാന്ന് പറയേണ്ടത്. അങ്ങനെയല്ല പറയുന്നത്, ഞാൻ അബ്ദുൽ മുത്തലിബിന്, അതായത് അബ്ദുള്ളയുടെ അപ്പൻ, അതായത് മുഹമ്മദിന്റെ പിതാമഹൻ, വല്യപ്പന്റെ മകനാണ് ഞാനെന്ന് പറയുന്നത്. അത് ആലങ്കാരികമൊന്നുമല്ലത്, ആലങ്കാരികമാക്കേണ്ട ആവശ്യമില്ലത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹം അതിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു പക്ഷെ അതാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ മുതബ ഹംസ പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ അടിമ സന്തതിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം അടിമയിൽ ജനിച്ചവനാണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് പരാമർശമുണ്ട്. പിന്നെയും ഉണ്ടാകാം, വേറെ പലതും ഉണ്ടാകാം, ബർക്കത്ത് ബിൻ രാവിനെ കുറിച്ചും ഉണ്ടാകാം, പലരും ഉണ്ടാകും. പക്ഷെ കൃത്യതയാർന്ന ഒരു മറുപടി ഇവരാരും തരാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ അന്വേഷിക്കുന്നത്. എന്തായാലും ഒരു കാര്യം കൃത്യമാണ്, അദ്ദേഹം കുന്നിൻ ചെരുവിലെ ഈന്തപ്പന മരം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അത് നമുക്ക് സ്വീകാര്യമാണ്. അത് മാത്രം മതി. ഏതോ എവിടെയോ എങ്ങനെയോ വീട് കിളിർത്തതായ ഒരു മരം എന്നാണ് അതിന്റെ അർത്ഥം. എനിക്കിതിനകത്തൊന്നും പരിഭവമില്ല. പക്ഷെ എനിക്ക് ഇദ്ദേഹത്തിന്റെ ജീവിത ശൈലിയിൽ ഇവിടെ ഇപ്പം എഴുതി വെച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹം ചെയ്യാത്ത എന്തെങ്കിലും പാവമുണ്ടോ. ഇത് ഇസ്ലാമിക ലോകത്തെ നടുക്കം സൃഷ്ടിക്കുന്നതായ ഒരു ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അവര് ഇതുവരെയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടന്ന കരളിന്റെ കാവലായ പ്രവാചകൻ, സ്വന്തത്തെക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ച മനുഷ്യൻ. അബ്ദുൽ നാസർ മദനിയുടെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ സ്നേഹം പ്രവാചകനോടായിരിക്കണം. പ്രവാചകനെ നിന്ദിക്കുന്നവനെ, പ്രവാചകനെ സംസാരിക്കുന്നവന്റെ തല ഫുട്ബോൾ പോലെ ഉരുളണമെന്നാണ് പറയുന്നത്. മുഹമ്മദിനെ, അള്ളാഹുവിനേക്കാൾ ഉപരിയായി മുഹമ്മദിനെ സ്നേഹിക്കണം. അപ്പൊ ഇങ്ങനെ സ്നേഹിക്കുന്ന വ്യക്തി, ഇങ്ങനെ സ്നേഹിക്കപ്പെട്ട വ്യക്തി, ലോക മുസ്ലിങ്ങളുടെ ആരാധ്യൻ എന്ന് പറയത്തക്ക ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇദ്ദേഹം ചെയ്ത ചില ഹീനമായ ചില കാര്യങ്ങൾ, അപ്പൊ അത് ഇവരുടെ പുസ്തകങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹത്തെ നാളുകളായിട്ട് ഇദ്ദേഹത്തെ കീര മുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ പഠിക്കുക. നമ്മുടെ കർത്താവിനെ കുറിച്ച് വേദപുസ്തകം നമ്മൾ പരിശോധിക്കത്തില്ല. 4 സുവിശേഷങ്ങളിൽ ക്രിസ്തുവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴത്തേന് പുതിയ പുതിയ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നു. കൃത്യതയാർന്ന കർത്താവിന്റെ ജനനം മുതൽ മരണം അടക്കം പുനരുത്ഥാനം വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പോലെ തന്നെ, അതിനെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുന്നത് പോലെ തന്നെ, മുഹമ്മദിന്റെ 65 വർഷം വരെയുള്ളതായ ജീവിതം, 65 എന്ന് പറയുന്നത് ഒരു ഹദീസിൽ 65-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. മറ്റൊരിടത്ത് 63 എന്നും പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പനാര് എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉള്ളതുപോലെ മരണത്തെ കുറിച്ചുമുണ്ട്. പക്ഷെ അവര് പൊതുവെ 63 എന്നാണ് പറയുന്നത്. 65 എന്ന് പറഞ്ഞാൽ അവർക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ല, കാരണം അതൊരു ഹദീസുണ്ട്. എന്തായാലും ഈ 65-63 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമ്മൾ വിശകലനം ചെയ്താൽ, അദ്ദേഹം ഈ മനുഷ്യകുലത്തിൽ ചെയ്തിട്ടില്ലാത്തതായ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചില പ്രാകൃതമായ ചില വൈകൃത സ്വഭാവത്തിന് അദ്ദേഹം അടിമപ്പെട്ടിരുന്നു എന്നാണ് ചില ഹദീസുകൾ കാണിക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തെ നമുക്ക് കൃത്യമായിട്ട് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ വിശദീകരണത്തിലൂടെ ഇസ്ലാമിക ലോകത്തുണ്ടാകുന്ന ആഘാതം ചെറുതായിരിക്കുകയില്ല, അത് വലിയ ആഘാതമായിരിക്കും. കാരണം തങ്ങൾ ഇതുവരെ കൊണ്ടു നടന്നതായ ഒരു വലിയ സംഭവം, ഒരു വലിയ മാണിക്യ കൊട്ടാരം തകർന്നു വീഴുന്നതായ പ്രതീതി അവരുടെ ഉള്ളിലേക്ക് വരുന്നു. ഒരു ഹദീസിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിങ്ങൾ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കേണ്ട വിഷയമാണ്. ഇത് ഒരു മനുഷ്യന് ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമാണ്, മനുഷ്യകുലത്തിൽ പെട്ടവർക്ക് ആർക്കും ചെയ്യാൻ കൊള്ളാവുന്ന കാര്യമാണ്. അലിസാർ എന്ന് കൂട്ടിയത്. അപ്പം ബുഖാരി 1187-ാമത്തെ ഹദീസാണ്. എനിക്ക് ഇതിനോടാണ് അദ്ദേഹത്തോട് 1187 അദ്ദേഹത്തിന്റെ കൂട്ടക്കൊല വിശദീകരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പരസ്ത്രീ ഗമനമുണ്ട്, അദ്ദേഹത്തിന്റെ നിരവധി ഭാര്യമാരോടുള്ളതായ സംഭവങ്ങളുണ്ട്. ബുഖാരിയാണോ? അത് ബുഖാരി.
അപ്പൊ നിരവധി സ്ത്രീകളെ ഭോഗിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് ആ അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതിന് തെളിവാണല്ലോ രാത്രിയിൽ 11 പേരുമായിട്ട് അദ്ദേഹം ഭോഗം നടത്താറുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത് അദ്ദേഹം പങ്കുവച്ചതല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിന് തികച്ചും വ്യത്യസ്തമായ സ്ത്രീ സഹജമായ ഒരു ആസക്തിയിൽ നിന്ന് വ്യത്യസ്തമായി പുരുഷ സഹജമായ പുരുഷനോടുള്ളതായ ഒരു പ്രത്യേക ആസക്തി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഇവരുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളാരും പറയുന്നില്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആരോപിക്കുന്നതല്ല, യഹൂദന്റെ ആരോപണമല്ല, മറിച്ച് ഇവരുടെ ഏറ്റവും അടുത്ത എഴുത്തുകാരനായ ബുഖാരി അത് പറയുന്നത്. അദ്ദേഹം എന്താണ്, അദ്ദേഹം സ്വവർഗ ഭോഗിയായിരുന്നു എന്ന് കൃത്യമായി വിവരണമാണ് തരുന്നത്. ഇതിനെയാണ് മുസ്ലിം പണ്ഡിതന്മാർ മറുപടി പറയേണ്ടത്. ആ ബുഖാരി 1187 ഹദീസിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, സയ്യിദ് ഇബ്നു സാബിത്ത് പറയുന്നു, യുദ്ധത്തിന് പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സത്യവിശ്വാസികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നിട്ടിറങ്ങി പോരാടുന്നവരും പദവിയിൽ സമന്മാരായിരിക്കുകയില്ല എന്ന ഖുറാൻ ആയത്ത് പറഞ്ഞു തന്ന് തിരുമേനി എന്നെ കൊണ്ട് എഴുതിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഇബ്നു ഉമ്മി മക്തും അവിടെ വന്നിട്ട്, ദൈവദൂതരെ, എനിക്ക് യുദ്ധത്തിന് കഴിവുണ്ടെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു അന്ധനായിരുന്നു. അപ്പോഴാണ് വിഷമമുള്ളവർ അതിൽ നിന്ന് ഒഴിവാകണമെന്ന് കാണിച്ചുകൊണ്ടുള്ള കൽപ്പന അള്ളാഹു തിരുമേനിക്ക് നൽകിയത്. ഇനി കേട്ടോണം, ആ അവസരത്തിൽ തിരുമേനിയുടെ തുട എന്റെ തുടയ്ക്ക് മീതെ വെച്ചിരിക്കുകയായിരുന്നു. അന്നേരമുണ്ടായ ഭാരം മൂലം എന്റെ തുട മുറിഞ്ഞു പോയോ എന്നെനിക്ക് ഭയം തോന്നി. പിന്നീട് തിരുമേനിയിൽ നിന്നും ആ പ്രത്യേക അവസ്ഥ നീങ്ങി. എന്തോ സഹോദരന്മാരെ, ഇത് ഹോമോസെക്ഷുവാലിറ്റി അല്ലേ ഇത്? എന്തൊരു പ്രാകൃതമായ വികൃതമായ സ്വഭാവത്തിന് ഈ മനുഷ്യൻ. ഈ മനുഷ്യനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയാണ് പറയുന്നത്, ക്രിസ്തുവിനേക്കാൾ ഉന്നതൻ മൈക്കിൾ ചാർട്ട് പറഞ്ഞ 100 പേരിൽ 1-ാം സ്ഥാനം ഇദ്ദേഹത്തിനാകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ളതായ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന് ഈ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കണം. ഒരൊറ്റ മുസ്ലിം കേട്ടാൽ മതി, അവൻ നാളെ നിസ്കരിക്കത്തില്ല, ഇന്നവന് നിസ്കാരം നിർത്തും. പൊതുസമൂഹം പ്രാചീന കാലം മുതൽ ഈ അർവാചീന കാലം വരെയുള്ളതായ മനുഷ്യ സമൂഹം വികൃതമെന്നും പ്രാകൃതമെന്നും മ്ലേച്ഛമെന്നും കരുതുന്നതായ ഈ ഹോമോസെക്ഷുവാലിറ്റിയിൽ ഇദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഞാൻ ചോദിക്കട്ടെ, ഇനി ഇവരിതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും? സയ്യിദ് ഇബ്നു സാബിത്ത് പറയാം, സയ്യിദ് ഇബ്നു സാബിത്തിനോട് പ്രത്യേക സ്നേഹവും മമതയും ഉണ്ടായിരുന്നു മറ്റൊരു ഹദീസ് പറയുന്നുണ്ട്. കാരണം ഈ ഖുറാന്റെ ക്രോഡീകരണത്തിന് വേണ്ടി ഇദ്ദേഹത്തെയാണ് നിയമിക്കുന്നത്. അബൂബക്കർ പറയുന്നുണ്ട്, നീ ഇത് ചെയ്യണം, കാരണം പ്രവാചകന് ഏറ്റവും താല്പര്യമുള്ളവനായിരുന്നു നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആരും നിന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കില്ല എന്നൊക്കെ പറയുന്നത് ഹദീസ് കിടപ്പുണ്ട്. അപ്പൊ ആ സയ്യിദ് ഇബ്നു സാബിത്തിന്റെ തുടയുടെ മുകളിൽ മുഹമ്മദിന്റെ തുടയിരുന്നു. തുടയുടെ ഭാരം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? എന്റെ തുട മുറിഞ്ഞു പോയോ എന്നെനിക്ക് ഭയം തോന്നി. ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന് നിസ്സാര ആളല്ല, തിന്നു തടിച്ച് കൊഴുത്ത ഒരു മനുഷ്യനായിരുന്നു മുഹമ്മദ്. നല്ല ആരോഗ്യത്തിന്റെ ഗാത്രനായിരുന്നു. എന്താ ഇതിനെ കുറിച്ച് പറയാൻ? ഇത് സോദോമിൽ ദൈവം ന്യായവിധി ഇറക്കി ശിക്ഷിച്ച സമ്പ്രദായമാണ്. അപ്പം കണ്ടോ സംഭവത്തിന്റെ പോക്ക്. നിങ്ങൾ ഇദ്ദേഹം ആരുടെ മോനായാലും എന്നെ പ്രശ്നമല്ലേ, ആരുടെയെങ്കിലും മോനായിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഒരുവന്റെ ജനനത്തെ സംബന്ധിച്ച്, ജന്മത്തെ കുറിച്ച് അവൻ അതിനകത്ത് യാതൊരു പങ്കുമില്ലുണ്ടോ? നമ്മളൊക്കെ ഓരോ കുടുംബങ്ങൾ ജനിച്ചത് കൊണ്ട് ജനിച്ചപ്പോൾ നമ്മൾ ജനിച്ചതായത് ഭാഗ്യം കൊണ്ട് നമ്മൾ കുടുംബത്തിലൊക്കെ ജനിച്ചു പോയി, നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഏത് രീതിയിലും ജനിച്ചോട്ടെ, ജന്മത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ജീവിതത്തിൽ ആ പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? ജീവിതം ക്ലിയർ ആയിരിക്കണ്ടേ? ജീവിതം കുറെ മാന്യമായിരിക്കണ്ടേ? അപ്പം ഇത്തരത്തിലുള്ളതായ സ്വർഗ ഭോഗത്തിനടിമയായിരുന്നു മുഹമ്മദ്. അതാണ് ഈ ഹദീസ് വിളിച്ചറിയിക്കുന്നത്. ഇനി മറ്റൊരു ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഐഷ പ്രസ്താവിക്കുന്നു മുഹമ്മദിന്റെ തുടയെക്കുറിച്ചുള്ള വിശദീകരണം. മുഹമ്മദിന്റെ തുട, ഈ മുസ്ലിങ്ങൾക്കൊരു സമ്പ്രദായമുണ്ട്, ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കരുതെന്ന്. നരിയാണിക്ക് മുകളിലുള്ള ഭാഗങ്ങളെല്ലാം അടച്ചു വെക്കണമെന്നാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, മൗലവിമാര് ഫുൾ കൈയുടെ ഷർട്ടും ധരിച്ച് മുക്കാമുണ്ടെന്നാണ് ഇവരുടെ ഇടയിൽപ്പെട്ട ആളുകൾ പറയുന്നത്. കാൽപാദം മാത്രം കാണിച്ച് ബാക്കി ശരീരഭാഗം ഒന്നും കാണിക്കുകയും ഈ മൗലവിമാര് മടക്കി കുത്തുന്ന കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ മടക്കി കുത്തുമല്ലോ, മുണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഈ ഉറത്താത് അത് കാണാൻ പാടില്ല. പക്ഷെ മുഹമ്മദിന്റെ തുട നാട്ടുകാരെ കാണിക്കുക. നിങ്ങൾ ചിന്തിക്കുക, എന്താ ഇതിന്റെ അർത്ഥമേ?
അപ്പൊ ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. ഐഷ പ്രസ്താവിക്കുന്നു, ഒരിക്കൽ നബി അവിടുത്തെ തുട മറയാത്ത നിലയിൽ ഇരിക്കുകയായിരുന്നു. നബി നബി അവിടുത്തെ തുട മറയാത്ത നിലയിൽ ഇരിക്കുകയായിരുന്നു. തദവസരം അബൂബക്കർ പ്രവേശിക്കാൻ സമ്മതം ചോദിച്ചു. അതേ സ്ഥിതിയിൽ തന്നെ അവിടുന്ന് അദ്ദേഹത്തിന് അനുമതി നൽകി. അതായത് തുട കാണിക്കത്തക്ക രീതിയിൽ അബൂബക്കർ, അമ്മായിപ്പൻ അബൂബക്കർ, മനസ്സിലായോ? അബൂബക്കർ വന്ന് മുഹമ്മദിന്റെ തുട കാണുക. നിങ്ങൾ ചിന്തിക്കണം, ഈ മുട്ടിന് മുകളിലുള്ള ഭാഗമല്ലേ തുടയെന്ന് പറയുന്നത്. അതേ സ്ഥിതിയിൽ തന്നെ അവിടുന്ന് അദ്ദേഹത്തിന് അനുമതി നൽകി. അനന്തരം ഉമർ അനുവാദം ആവശ്യപ്പെട്ടപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ അനുവാദം കൊടുത്തു. പിന്നീട് ഉസ്മാൻ അനുവാദം ചോദിച്ചു. അപ്പോൾ തിരുമേനി തന്റെ തുടമേൽ തുണി ഇറക്കിയിട്ടു. അവർ എഴുന്നേറ്റ് പോയ ശേഷം ഞാൻ ചോദിച്ചു, അതാ ഐഷ ചോദിച്ചെന്ന് പറയുന്നത്, ചോദിച്ചു, അള്ളാഹുന്റെ റസൂലെ, അബൂബക്കറിനും ഉമറിനും സമ്മതം കൊടുത്തപ്പോൾ അങ്ങ് അതേ നിലയിൽ ഇരുന്നു, എന്നാൽ ഉസ്മാൻ അനുവാദം കൊടുത്തപ്പോൾ വസ്ത്രം ഇറക്കിയിട്ടു, അതെന്താണ്? നബി പറഞ്ഞു, ഐഷ, അള്ളാഹുവാണ്, മലക്കുകൾ പോലും അദ്ദേഹത്തിന്റെ മുമ്പിൽ ലജ്ജിക്കുന്നു. അതായത് ഉസ്മാന്റെ മുമ്പിൽ ലജ്ജിക്കുന്നു. ആ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ ലജ്ജിക്കാതിരിക്കുകയോ? എന്താ ഇതിന്റെ അർത്ഥം? ഇവിടെ മുസ്ലിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുള്ളിലേക്ക് നിർത്തി ഇതിന്റെ യഥാർത്ഥ അന്തരാർത്ഥം എന്താണെന്ന് പറഞ്ഞതാ എന്ന് അവരോട് ചോദിക്കാം. പക്ഷെ ആരുമില്ല. അപ്പൊ ഇവിടെ കണ്ട മുഹമ്മദിനെ തുട കാണിച്ചുകൊണ്ട് അബൂബക്കറിനെയും ഉമറിനെയും തുട കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഉസ്മാൻ വന്നപ്പോഴത്തേന് തുട മറയ്ക്കുന്നു, കാരണം അദ്ദേഹം ലജ്ജിതനാണ്. ഇനി മൂന്നാമത്തെ രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ തുട മുകളിലേക്ക് പൊക്കി. ഇതൊക്കെ ഹോമോസെക്ഷുവാലിറ്റിയുടെ ഒരു 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 പരിവർത്തനങ്ങളാണ്. അതിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളാണ് ഇതെല്ലാം. മനസ്സിലായോ? പുരുഷന്മാരുടെ മുമ്പാകെ കാണിക്കുക എന്നൊക്കെ പറയുന്നത് അതല്ലാതെ പിന്നെ മറ്റെന്താ? മറ്റൊരിടത്ത് പറയുന്ന അനസ് ഇങ്ങനെ പ്രസ്താവിക്കുന്നു, കൈബർ ദിവസം തിരുമേനി തന്റെ തുടമേലിൽ നിന്ന് വസ്ത്രം മേലോട്ട് കയറ്റി. അങ്ങനെ തുടയുടെ വെളുപ്പ് ഞാൻ കാണുകയുണ്ടായി. ഞാൻ ഒരുപാട് വായിക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇത്തരത്തിലുള്ളതായ ഒരു തരം ഹീനമായ അധമ സ്വഭാവത്തിനടിമയായിരുന്നു ഈ വ്യക്തി. നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെയാണ് ക്രിസ്തുവിനേക്കാൾ ഉന്നതനാണ്, ഉയർന്നവനാണ്, വലിയവനാണെന്ന് മൈക്കിൾ എച്ച് ഹാർട്ട് പറയുകയുണ്ടായി. ഇന്നും മാനവ സമൂഹത്തെ അദ്ദേഹം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട മുസ്ലിങ്ങൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇതുങ്ങൾക്ക് ഇത് വല്ലതും അറിയാമോ? ഇതുങ്ങൾക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം, മദ്രസയെ പഠിച്ചപ്പോൾ ഉസ്താദുമാര് പഠിപ്പിച്ചതായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഈ മോസ്ക് ചെല്ലുമ്പോഴത്തേന് അവരുടെ കുതുബയ്ക്ക് അവർ പ്രസംഗിക്കുന്ന പ്രഭാഷണം അതൊക്കെ അറിയാം. അതല്ലാതെ ഇത് നിങ്ങൾ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇനി ഇതൊക്കെ വായിച്ചിട്ട് നമ്മളിത് പറഞ്ഞാൽ ഇത് അവരെ ഉടനെ തന്നെ നമ്മുടെ പുറത്ത് കയറാനായിട്ട് വരും. നിങ്ങളിത് ആവശ്യമില്ലാത്ത പറയുകയാണ്, അഭിനിന്ദയാണ്, ഓടിവായ പാകിസ്ഥാനിൽ ചെയ്ത പോലെ ഇല്ലാത്ത ആരോപണങ്ങളെ ഇവർ നമ്മുടെ പുറത്ത് വെക്കും. പക്ഷെ ഇപ്പൊ അത് വിലപ്പോകത്തില്ല. കാരണം അവർക്ക് തന്നെ മനസ്സിലായി ഇതെല്ലാം പ്രവാചകനെ കുറിച്ച് അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാകും. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഭൂമിയിലെ ഈ സ്വവർഗഭോഗത്തിനടിമയായ ഈ മാന്യദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഈ പരലോകത്തും അത്തരത്തിലുള്ളതായ ചില കളികൾ ഉണ്ടതായിട്ടാണ് മുഹമ്മദ് പറയുന്നത്. നോക്കൂ, സൂറ 52-ന്റെ 20, 21, 22, 24 ആയത്തുകളൊന്ന് വായിച്ച് അവിടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അവിടെ പറയുന്നത്? പരലോകത്ത് ചെല്ലുന്നതായ ഹൂറിപ്പെണ്ണുങ്ങള്, പിന്നെ തീറ്റയും കുടിയും, പിന്നെ അർമാദിക്കല്, കുറെ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴത്തേന് ബാക്കി 24 വരുമ്പോഴത്തേന് മനോഹര രൂപികളായ ചെറുപ്പക്കാരെ കുറിച്ച്, ബാലന്മാരെ കുറിച്ച് പറയുന്നത്. മുത്തുമണികൾ പോലെ തുള്ളി നടക്കുന്നു എന്നാണ് CN അഹമ്മദ് പോലെയുടെ പരിഭാഷ കിടക്കുന്നത്. മുത്തുമണികൾ പോലെ. എന്തിനാണാവോ ഈ ആൺകുട്ടികളുടെ സൗന്ദര്യം ഇങ്ങനെ വർണ്ണിക്കുന്നത്? എന്തിനാണ് വർണ്ണിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്നും ഈ മൗലവിമാർ ഇത്തരത്തിലുള്ളതായ കേസിൽപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? അപ്പൊ ഇവരുടെ പരലോകത്തും ഈ വക കാര്യങ്ങളുണ്ട്. സൂറ 56-17 പരലോകത്ത് ലഭിക്കുന്ന ബാലന്മാരുടെ സൗന്ദര്യത്തിന്റെ മഹത്തായ വർണ്ണനയാണ്. അതായത് ഇവരുടെ പുസ്തകത്തിനകത്ത് ഒരു ഒരുത്തം കിടപ്പുണ്ടല്ലോ, യൂസഫ് നബി. ആ യൂസഫ് നബിയുടെ ഉടല് പോലത്തെ സൗന്ദര്യമായിരുന്നു. അങ്ങനെയുള്ള സൗന്ദര്യമാണ് ഈ പരലോകത്തെ ബാലന്മാർക്കുള്ളതെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ പണി തന്നെ അവിടെ ഉണ്ടെന്നല്ലേ അതിന്റെ തെളിവ്, അല്ലയോ? അപ്പം മുഹമ്മദിന്റെ ഇത്തരത്തിലുള്ളതായ ഹീനമായ അധമ സംസ്കാരം, അധമ പ്രവൃത്തി, ഇതിനോട് എങ്ങനെ മുസ്ലിം ലോകം പൊരുത്തപ്പെടും? ഇത് ദൈവശിക്ഷയ്ക്ക് പാത്രീഭവിക്കുന്ന കാര്യമല്ലേ? ദൈവം സോദോം ഗോമോറ എന്ന് പറഞ്ഞ ഭൂപ്രദേശത്തെ അഗ്നി ഇറക്കി നശിപ്പിക്കാൻ ഒരേ ഒരു കാരണം ഇതായിരുന്നു. പിന്നീട് പൗലോസ്ലിഹ കർത്താവിന്റെ ശിഷ്യനായി വന്നപ്പോഴത്തെ റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ആണോടാണ് അപലക്ഷണമായി അവർ പ്രവർത്തിച്ചു. ആണോടാണ്, പുരുഷനോട് പുരുഷൻ.
ഇന്ന് ചില പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ സ്വർഗഭോഗത്തിനുള്ളതായ സ്വർഗ വിവാഹത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട്. ലെസ്ബിയനിസം, ഹോമോസെക്ഷുവാലിറ്റി തുടങ്ങിയവയ്ക്കൊക്കെ അനുമതി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വേദപുസ്തകത്തിന് വിരുദ്ധമാണ്. ബൈബിൾ എന്തിനെല്ലാം തെറ്റെന്ന് പറഞ്ഞോ പാവമെന്ന് പറഞ്ഞോ അതിനൊക്കെ മടക്കിക്കൊണ്ട് ആര് വന്നാലും, ഏത് ദേവേന്ദ്രൻ വന്നാലും അത് തിന്മയാണ്, പാവമാണ്, അധർമ്മമാണ്. അതുകൊണ്ട് ബൈബിൾ അതിനെ എതിർക്കുന്നു, നമ്മൾ അതിനെ എതിർക്കുന്നു. അപ്പൊ മുഹമ്മദിന്റെ ഈ അധമ സംസ്കാരം മുസ്ലിം ലോകത്തെ ചെറുപ്പക്കാർക്ക് എങ്ങനെ സഹിക്കാനായിട്ട് കഴിയും? നിങ്ങൾ പറയൂ, എങ്ങനെ സഹിക്കാനായിട്ട് കഴിയുന്നത്? രണ്ട് വാക്ചാനിലൊക്കെ കിടന്ന് നല്ല പൊടിപൂരമാണ് നടക്കുന്നത്. അപ്പം ഈ ഹദീസ് നിങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കണം. നമ്മുടെ മുസ്ലിം ലോകത്തോട് പറയണം, 1187 ഹദീസിൽ മുഹമ്മദിന്റെ വെയിറ്റ് താങ്ങാൻ മേലാതെ എന്റെ തുള കീറിപ്പോയെന്നാണ് ഒരുത്തൻ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ വായിക്കുക. ഞാന് ഇനി തഫ്സീറുകാർ എഴുതി വെച്ചിരിക്കുന്നതായ രസകരമായ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇവിടെ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതുകൊണ്ട് വായിക്കുന്നില്ല. തഫ്സീറുകാരും പറയുന്നത് പ്രവാചകനെ ഒരുത്തൻ വന്ന് അകാരണമായിട്ട് ആലിംഗനം ചെയ്തു, മുറുകെ പിടിച്ചു, ആശ്ലേഷിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന്റെ ശക്തി എല്ലാം കൂടെ മുഹമ്മദിന്റെ ശരീരത്തിലേക്ക് പ്രവഹിച്ചു എന്നൊക്കെയാണ് വേറെ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിലുള്ളതായ ഒരു അഥമ പ്രകൃതിക്ക് സ്വഭാവത്തിന് മുഹമ്മദ് അടിമയായിരുന്നു, ഒരു വികൃത മനസ്ഥിതിക്കാരനായിരുന്നു എന്നാണ് ഈ ഹദീസുകൾ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയും തരുന്ന വ്യക്തിയല്ല ഈ മുഹമ്മദ്. നിങ്ങളെ നാശത്തിലേക്ക് തള്ളിയിടുക എന്നല്ല. ഈ മനുഷ്യന്റെ ജീവിതം നിങ്ങൾ പരിശോധിച്ചാൽ തിന്മയല്ലാതെ, പാവമല്ലാതെ, അധമ സംസ്കാരമല്ലാതെ മാന്യതയുടെയോ മഹത്വത്തിന്റെയോ ഒരു കഴഞ്ച് ഇവിടെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടൈറ്റിൽ ഇട്ടേക്കുന്നത് അദ്ദേഹം ചെയ്യാത്ത എന്തെങ്കിലും പാവമുണ്ടോ. ഇതിൽ നിന്ന് ഒഴിവാണ്. പ്രവാചകന്മാരൊക്കെ ഇതിൽ നിന്ന് ഒഴിവാകേണ്ടതല്ലേ? 1,24,000 പ്രവാചകന്മാരിൽ ഏത് നബിയാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി ചെയ്തിട്ടുള്ളത്? പറയൂ. ഏത് നബിയുടെ തൊടയാണ് മറ്റൊരുത്തർ തുടക്കൊണ്ട് വെച്ചിട്ട് അവര് പാരം ഉണ്ടാക്കി വെച്ചത്? ഏത് നബിയാണ് ഇത്തരത്തിലുള്ള പണി ചെയ്തേക്കുന്നത്? മുൻകാല നബിമാരിൽ ആരെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് പറയാമോ? ഇല്ല. ഇതിന്റെ എല്ലാം കുത്തക അവകാശിയാണ് മുഹമ്മദാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അള്ളാഹു ആസ്വദിച്ചു നിൽക്കുന്നു. മനസ്സിലായോ? അള്ളാഹുവിന് ഒരു പ്രശ്നമില്ല. ഈ ഹീന സംസ്കാരത്തെ തിരുത്താനോ, മുഹമ്മദേ നീ ആ പണിക്ക് പോകരുതേ, നിനക്ക് ഇഷ്ടംപോലെ സ്ത്രീകളെ ഞാൻ തന്നതല്ലേ, നീ അതിലേക്ക് പോകും എന്ന് പറഞ്ഞു കൊടുക്കാനും നിവൃത്തിക്ക് വകയില്ലാതെ വിഷണ്ണനായി, അത് വിമുഖത ബാധിച്ചവനായി, മൂകനായി ഇതെല്ലാം കണ്ട് ഒതുങ്ങി നിൽക്കുന്നവർ അള്ളാഹു. ഇവിടെ അള്ളാഹുവിനെയും മുഹമ്മദിനെയും നിങ്ങൾ തിരിച്ചറിയുക, സത്യം മനസ്സിലാക്കുക. ഈ തിന്മയുടെ ചട്ടക്കൂട്ടിനകത്ത് നിന്ന് പുറത്തു വരുവാനുള്ള ആർജവ മുസ്ലിം സുഹൃത്തുക്കളെ നിങ്ങൾ കാണിക്കണം. ഞങ്ങളുടെ ശ്രമിക്കുന്നവരാരെങ്കിലും, ഏതെങ്കിലും ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ പ്രവാചകന് യാതൊരു ഗുണവും ഇല്ല എന്ന് ഞങ്ങൾ നിങ്ങളുടെ ബുഖാരി കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു സ്വർഗഭോഗിയാണെന്ന് ക്രൈസ്തവരാ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, ബുഖാരിയാ പറയുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ദൈവത്തിലേക്ക്, നല്ലവനായ കർത്താവിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. ഈ തിന്മയെന്ന് പറഞ്ഞത് ബൈബിളാണ്, അല്ലാതെ ഇവിടുത്തെ ഒരു പ്രത്യയശാസ്ത്രം പറഞ്ഞിട്ടില്ല. ആണോടാണ് പിന്നെ ചേരുന്നത്, പുരുഷൻ പുരുഷനെ സ്വീകരിക്കുന്നത്, പുരുഷനും പുരുഷനുമായിട്ടുള്ളതായ ആ വേഴ്ച അത് തിന്മയാണെന്നും ശാപമാണെന്നും പാവമാണെന്നും അസന്നിഗ്ധമായി പറഞ്ഞത് ബൈബിളാണ്. അതുകൊണ്ട് ബൈബിളിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. പാസ്റ്ററോട് ഒരു കാര്യം ചോദിക്കാനുള്ളതേ, പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ആ, ആയിഷ പറയുന്നു മുഹമ്മദിന്റെ ഡ്രസ്സിൽ നിന്ന്, അതോ ആയിഷയുടെ ഡ്രസ്സിൽ നിന്നാണോ നമുക്ക് ഉറപ്പില്ല, ശുക്ലം ചുരണ്ടിക്കളയാറുണ്ടായിരുന്നു എന്ന്. അപ്പൊ അത് ആയിഷയുടേതാണോ അതോ ഇനി മറ്റുള്ളവരുടേതാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പാസ്റ്റർ എന്ത് പറയുന്നു? അത് മുഹമ്മദിന്റെ തന്നെയാണ്, മുഹമ്മദിന്റെയാണ്. മുഹമ്മദിന്റെതാണ്, കറക്റ്റ് ആണ്. പക്ഷെ അത് ആയിഷയുടെ തൊടയിൽ വെച്ച് പരിപാടി നടത്തിയതാണോ അതോ ഇനി വേറെ ആരെങ്കിലും നടത്തിയിട്ടുള്ള ഡ്രസ്സിലാണോ എന്നുള്ളത് അങ്ങനെ പോകണ്ടേ? അല്ല, വേറൊരു കാര്യം അത് പോകണ്ടേ. ഇപ്പൊ ചാക്കോ പാഷ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ചാക്കോ പാഷ പറഞ്ഞ ആണോടാണ് ഇത് ചെയ്യുന്ന അവലക്ഷണമാണെന്ന് ബൈബിളിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ലോകത്തൊരാൾക്കും. പക്ഷെ ഇസ്ലാമില് ചാക്കോ പാഷ അതിന് വേറൊരു വിധിയാണ്. അത് കേട്ടിട്ടുണ്ടോ ചാക്കോ പാഷ? പറയൂ. കേട്ടായിരുന്നോ? അതെ, കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോണം. പുരുഷൻ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി സ്വപ്നം കണ്ടാൽ അത് വളരെ നല്ല സ്വപ്നമാണ്. ഏതൊരു വ്യക്തിയുമായിട്ടാണോ ഇത്തരത്തിൽ കാണുന്നത് ആ വ്യക്തിയുമായി സുദൃഢമായ, വിശ്വസ്തതയുള്ള, മനോഹരമായ ഒരു സൗഹൃദം ഉണ്ടാകും എന്നാണ് മഹത്തുക്കൾ ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. ആ സൗഹൃദം വളരെ ആഴത്തിലും വിശ്വസ്തതയിലുമായിരിക്കും എന്നും മഹത്തുക്കൾ പറയുന്നു.
പോരെ? അജിത് ബ്രദറെ വേറെ ഒന്നുണ്ട്. അതെ അതെ അജീഷ് സ്വന്തം അതവിടെ അമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ അ- അ- ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടെന്നും അത് കൂടെ ഒരു ഇതുണ്ട്. അല്ലല്ല, അമ്മയല്ല, അത് അമ്മയും പെങ്ങളുമായിട്ട് സ്വപ്നത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്കും മകൾക്കും അതിന്റെ കൃപ ലഭിക്കുമെന്ന് എഴുതിയിരിക്കുന്ന സ്വപ്ന വ്യാഖ്യാനം പുസ്തകമുണ്ട്. ഇതെങ്ങനെയുണ്ട് ചാക്കോ പാർഷ? ഉസ്താദ് ഇരുന്നുകൊണ്ട് പറയാ, എങ്ങനെയുണ്ട്? അജീഷ് അത് കിട്ടിയത് അത് ഞാൻ പറഞ്ഞത് ഈ ബുഖാരിക്കകത്താണ് മുഹമ്മദ് പിന്നെ സെയ്ദബിന് സാബിത്തുമായിട്ട് സുവർഗബോധം ചെയ്യുന്ന ഒരു ഹദീസ് ഞാനിവിടെ വായിച്ചു. അത് അത് ആ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് മനസ്സിലായോ? അ- മുഹമ്മദ് ഇത് അത് ചെയ്തിട്ടുള്ള തന്നെ. അതുകൊണ്ടാ. അല്ല, ബൈബിളിനകത്ത് പറയുന്ന ആണോടാണ് അവലക്ഷണം രണ്ടുപേരുടെ. ഇവിടെ പറയാണ് അത് ഏറ്റവും നല്ല സുഖമുള്ള കാര്യമാണെന്നാ പറയുന്നത്. അതിപ്പോ എന്റെ ഒരു കാര്യം, കാരണം അവരുടെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനാണ്. അപ്പം മുഹമ്മദുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിച്ചിരുന്ന അബൂബക്കർ, ഉസ്മാൻ, അലി ഇവരൊക്കെയാണ്. അതിപ്പോ ഇവരുടെ ഉള്ളിൽ എല്ലാ ദിവസവും ഈ മുഹമ്മദുമായിട്ട് ഇത് ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടതുകൊണ്ടല്ലേ ഇവരിപ്പം ബന്ധം അങ്ങോട്ട് ഊട്ടി ഉറപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ അബൂബക്കർ മോളെ വരെ കൊടുക്കാൻ തയ്യാറ്. ആദ്യമേ കൊടുത്തില്ല, എങ്കിലും കൊടുക്കാൻ പറ്റാതെ. അപ്പൊ ആ ബന്ധത്തിന്റെ ഇവരുടെ ജീവിതത്തിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായിട്ട് ബന്ധം ഊട്ടി ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സ്വപ്നം കണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. ചാക്കോപാസ് ഒരു നാണം ചോദ്യം കെട്ട കൂടി ജീവിതം. ഉണ്ട്. അല്ല അത് ചാക്കോപാസ് ഒരു അജീഷ് ചോദ്യം കൂടി ഉണ്ട്. അബൂബക്കർ ഉമർ വീട്ടിൽ ഐഷയുടെ കൂടെ താമസിക്കുമ്പോഴത്തേനും മുഹമ്മദിന് അരയ്ക്കുമ്പോൾ തുണിയില്ലെന്ന് ഞാൻ അത് മുമ്പ് വായിച്ചല്ലോ. ഫിക്രിസ്റ്റിനെ ഞാൻ വായിച്ചു. ബ്രദറെ കേട്ടില്ലേ? മുഹമ്മദിനെ തുടയ്ക്കും തുടഭാഗത്ത് തുണിയില്ലായിരിക്കും, അങ്ങനെ ആയിരിക്കും മുഹമ്മദ്. ആ തുടയ്ക്ക് തുണിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് മറ്റേ അപ്പൊ യുദ്ധം അബൂബക്കർ കഴിഞ്ഞ് കണ്ടില്ല. ആയിഷയുടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴും മുഹമ്മദിന്റെ വെളുത്ത തുട കണ്ടുകൊണ്ടാണല്ലോ കയറി വരുന്നത്. അപ്പോഴെല്ലാം ആയിഷ പറയുന്നത് അതെ ഭയങ്കര നാറ്റമെന്ന്. അതെ. അപ്പൊ അബൂബക്കറും കാണുന്നുണ്ട്, ഉമറും കാണുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടെന്നുള്ള അതുകൊണ്ടാണല്ലോ ഈ തുണി മാറ്റുന്നത്. പക്ഷെ ഉസ്മാൻ വരുമ്പോഴത്തേന് തുട മറക്കുന്നുണ്ട്. അപ്പൊ ഐശു ചോദിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോഴത്തേന് പറയാം അത് എനിക്ക് ലജ്ജയാണ്, കാരണം പുള്ളിക്ക് അത് ഇഷ്ടമല്ല. ഇവർക്ക് രണ്ടുപേർക്കും താല്പര്യം എന്നുള്ളതുകൊണ്ടല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരിക, ഞാൻ ഇങ്ങനെ അങ്ങ് ഇരിക്കുക, സങ്കല്പിക്കാൻ കൂടി കഴിയുന്നില്ല. നമ്മുടെ ജീവിത സംഗതിയാണ്. നഗ്നനായിട്ടിരിക്കുക, വരുന്നവർക്ക് താല്പര്യം ആയതുകൊണ്ടല്ലേ അങ്ങനെ ഇരുന്നത്. രണ്ടുപേരും വന്ന് അവർ കണ്ട് ആ കാണുന്നു, മൂന്നാമൊരുത്തം വരുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് തുണി അങ്ങ് മാറുക എന്ന് പറയുമ്പോഴത്തെ എന്താ അതിന്റെ അർത്ഥം? അവന് താല്പര്യമില്ല. അപ്പൊ അബൂബക്കറും ഉമറിനും ഒക്കെ ഇതിന് താല്പര്യമാണെന്നാണ് കൃത്യമായിട്ട് അവിടെ തെളിയുന്നത്. ഒരു മിനിറ്റ് ഒരു ചെറിയൊരു ഇന്റർജെക്ഷൻ. അതെ, ഇവിടെ തൊടയുടെ കാര്യം പറയുമ്പോ തൊട എന്ന് പറഞ്ഞ പ്രൈവറ്റ് പാർട്ടാണ്. മുട്ടിന്റെ മോളിൽ പൊക്കിളിന്റെ താഴെ വരെ പ്രൈവറ്റ് പാർട്ടാണ്. ആയിഷ അബുൽ കാസിമിന്റെ തൊട ജീവിതത്തിൽ കണ്ടിട്ടില്ല. മിഷ്കാത്തൽ മസബി 3123 അതിൽ എഴുതിയേക്കണത് ഐ നെവർ സോ അബുൽ കാസിംസ് പ്രൈവറ്റ് പാർട്സ്. അടുത്തത് ജാമ്യ തിർമിതി 108 അതിൽ എഴുതിയേക്കണത് when the circumcised meets the circumcised, that means ചേലാകർമ്മം ചെയ്ത യോനി ചേലാകർമ്മം ചെയ്ത പീനിസിന് മുട്ടുമ്പോ then indeed ghusl is required. Myself and last messenger did that. കൈറുൽ മാക്രീന്റെ മെസ്സഞ്ചറിനും ആയിഷയും ബന്ധപ്പെട്ടു. അതുകൊണ്ട് സോ വി പെർഫോംഡ് ഗുസുൽ. അപ്പൊ അവര് കാര്യം സാധിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ആയിഷ അബുൽ കാസിമിന്റെ തൊട കണ്ടിട്ടില്ല, പീനിസ് കണ്ടിട്ടില്ല, പൊക്കിളിന്റെ താഴെ ഭാഗം ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ശരി. ചാക്കോപാസ് എന്റെ സംശയം നിൽക്കുകയാണ്. ഞങ്ങളിന്ന് പകൽ മുഴുവൻ സംസാരിച്ചപ്പോ ഒരു കാര്യം ചോദിക്കാൻ, ഈ ആയിഷ വീട്ടിൽ വരുന്ന പലരെയും മുല കുടിപ്പിച്ചിരുന്നു എന്നൊരു ഹദീസ് ഇല്ലേ ചാക്കോപാസെ? ഉണ്ട് 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 ഉണ്ട്. അതൊന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങളിന്ന് പകൽ ഒരാൾ വന്ന് ഞങ്ങളോട് തർക്കിച്ചു, പക്ഷെ കൃത്യമായിട്ട് ഇട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അത് ഞാനും ഞാൻ ഡോക്ടറൊക്കെ പലവണ്ണം കുറെ വായിച്ചതാണ്. ഐഷയുടെ പിന്നെ രണ്ട് സഹോദരിമാരെ അവരുടെ മക്കളെ ഒക്കെ തന്നെ ഐഷ ഇങ്ങനെ ചെയ്യാനായിട്ട് പരിശീലിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? മാത്രമല്ല അങ്ങനെ കൊടുത്തതായ കാര്യത്തെ സംബന്ധിച്ച് ഈ ഭാഷാതാക്കൾ പറയുന്ന അങ്ങനെ പരിശുദ്ധ തിരുമേനിയുടെ പരിശുദ്ധ പിന്നെ ആയിഷ ഇങ്ങനെ കാണിക്കുക, തന്റെ തുണി തുറന്ന് സ്ഥലം മറ്റുള്ളവരുടെ വായി വെച്ച് കൊടുക്കുവോ, നമുക്ക് ചിന്തിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ഭാഷേതാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പല പ്രാവശ്യം വായിച്ചതാണ്. ഇനി എന്താണ് സംഭവം, അത് വായിക്കണോ അതോ? അതൊന്ന് വായിക്കണം. ഞങ്ങൾക്ക് ഇതിന്റെ നമ്പർ ഒന്ന് കിട്ടണം. റെഫറൻസ് വേണ്ടത്. റെഫറൻസ് തരാം. റെഫറൻസ് കിടക്കുന്നത് ഇവര് പിന്നെ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫിക്സുന്ന എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. ഫിക്സുന്ന, അതായത്
ഔട്ട് ഓഫ് ഇന്ത്യ പുറത്തുള്ള ഈജിപ്ഷ്യൻ പണ്ഡിതനെ മറ്റുമാണ് അദ്ദേഹം എഴുതിയതാണ്. ആ കൃതിക്കകത്താണ് കിടക്കുന്നത്. പേജ് 400 എന്ന് പറഞ്ഞ, ഒരു മിനിറ്റ്, പേജ് 603 പേജ്, 603 പേജിനകത്താണ് കൊടുക്കുന്നത്. ഇതൊക്കെ എന്ത് നമ്മൾ ചിന്തിക്കുന്നില്ല, എന്ത് എന്ത് ധാർമ്മിക ബോധം ഇവർക്കൊക്കെ ഉള്ളത്. ഈ സ്ത്രീകൾക്കും ഈ മുഹമ്മദിനുമൊക്കെ ഈ ധാർമ്മികതയുടെ കഴഞ്ചു പടിവുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളതായ പണികൾ കാണിക്കൂ. ഇതൊക്കെ മനുഷ്യരുടെ മുമ്പ് വായിക്കാൻ കൊള്ളാവും. എന്നിട്ട് എന്തോ പ്രസംഗിക്കുന്നത്, എന്നിട്ട് തലതിരിഞ്ഞതായ കാര്യങ്ങൾ പ്രസംഗിച്ച് ഇത്തരം മതസമൂഹങ്ങളെയും മതത്തിലെ വ്യക്തിത്വങ്ങളെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ പുറത്ത് കുതിര കയറി വന്നു വരും. അതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മളെന്തിനാ ഇതൊക്കെ വായിക്കണ്ട? എനിക്കിപ്പോ എന്നെ സംബന്ധിച്ച് വായിക്കേണ്ട ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷെ എന്താണ്, നമ്മളെ കിടത്തി ഉറക്കത്തില്ലെന്നേ. നമ്മുടെ പുറത്ത് നമ്മുടെ വിശ്വാസത്തെ ഇനി ഹനിക്കാനായിട്ട് കയറി വരിക. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഫിഖ്സുന്ന പേജ് 603 ഇത് കാണുന്നത്. ഐഷ കൊടുക്കുന്ന മുലകുടി. അവിടെ ഹെഡിങ് കിടക്കുന്നത് മുതിർന്നവരുടെ മുലകുടി എന്നാണ് ഹെഡിങ് കിടക്കുന്നത്. അവിടെയാണ് കാണുന്നത് മാലിക് ഇബ്നു ശിഹാബിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സുഹൈലിന്റെ പുത്രി സഹലിയോട് സാലിമിനെ മുലയൂട്ടാൻ കൽപ്പിക്കുകയും അവർ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അവർ അദ്ദേഹത്തെ, അതായത് സാലിമിനെ തന്റെ പുത്രനായി ഗണിച്ചു പോന്നു. അന്യപുരുഷന് മുല കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുത്രനാക്കാം, ആ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. ഗണിച്ചു പോന്നു. ഉർവ തുടരുന്നു, പിന്നീട് ഐഷയും തന്റെ അരികിൽ പ്രവേശിക്കാൻ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരോട് ഈ രീതി അനുവർത്തിക്കാൻ തുടങ്ങി. അവർ തന്റെ സഹോദരി ഉമ്മു കുൽസുമിനോടും അവരുടെ സഹോദരി പുത്രികളോടും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ അരികിൽ പ്രവേശിപ്പിക്കുവാൻ ഇതേ മാർഗം സ്വീകരിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇനിയും ഇവിടെ യാതൊരുവിധ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ സഹല സാലിമിന് തന്റെ മുല കൊടുത്തതുപോലെ തന്നെ ഐഷയും അത് അനുവർത്തിച്ചു എന്ന് പറഞ്ഞിരിക്കും. അവിടെ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലല്ലോ, കൃത്യമല്ല. ഇത് ഹദീസിനെ ഉദ്ധരിച്ച ഇത് എഴുതിയിരിക്കുന്നത്. ഈ ഹദീസിന്റെ ഈ മുല കൊടുത്തു, ഐഷ കൊടുത്തു എന്ന് പറയുന്ന കാര്യത്തോടും പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആധുനിക കാല പണ്ഡിതന്മാരുടെ മനോവികാരം കൂടി ഞാനിവിടെ വായിക്കാം. മനസ്സിലായോ? കാരണം എന്തറിയോ, ഇപ്പൊ നമ്മളിപ്പോ മുഹമ്മദിന്റെ ഈ സ്വർഗഭവത്തെ കുറിച്ച് വായിച്ച് നമ്മൾ കേൾക്കുമ്പം ഇതിനോട് താല്പര്യമില്ലാത്ത മുസ്ലിം ചെറുപ്പക്കാർ കാണും, ഇത് ഹീനമാന്ന് പറയുന്നവർ കാണും. എന്ന് പറഞ്ഞതുപോലെ ഈ സഹല ചെയ്തതുപോലെ സാലിമിന് കൊടുത്തതുപോലെ ഐഷ ഇത് അനുവർത്തിച്ചു എന്ന് പറഞ്ഞതായ കാര്യത്തെ കുറിച്ചുള്ളതായ ഒരു വിശദീകരണം കൂടെ കേട്ടോ. പറയുന്നത് ഇങ്ങനെ, അതേ പേജ് 604 ഫുട്നോട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്യപുരുഷന്മാരിൽ നിന്ന് മറയ്ക്കാൻ വിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള ഭാഗമാണ് ശരീരത്തിന്റെ സ്തനഭാഗം. ഐഷയെ പോലെ പരിശുദ്ധയായ ഒരു പ്രവാചക പത്നി, ഐഷയെ പോലെ പരിശുദ്ധയായ പ്രവാചക പത്നിയാണോ? പണ്ട് ബനു മുസ്തലിഖ് ഗോത്രത്തെ ആക്രമിച്ച് തിരിച്ച് ജുബൈരിയെയും കൊണ്ട് മുഹമ്മദ് വരുമ്പോഴത്തേന് സബ്ബാനുമായിട്ട് ഒരു രാത്രി ഇറങ്ങിയ പുള്ളിയാണ് ഈ പുള്ളി. അതവിടെ നിൽക്കട്ടെ, ഇവർ പറയുമ്പോ അങ്ങനെ പറയത്തുള്ളൂ, അതവിടെ നിൽക്കട്ടെ. അപ്പം ഐഷയെ പോലെ പരിശുദ്ധയായ ഒരു പ്രവാചക പത്നി ചില അന്യപുരുഷന്മാർ തന്റെ അരികിൽ വരുന്നത് ഇഷ്ടപ്പെടുകയും ആയത് അനുവദനീയമാക്കുവാൻ മാറിടം തുറന്ന് തന്റെ സ്തനം അവരുടെ വായിലിട്ട് കൊടുക്കുകയും ചെയ്യുക എന്നത് സങ്കല്പിക്കാനേ പറ്റാത്തതാണ്. മുതിർന്ന സ്ത്രീ പുരുഷന്മാരുടെ സ്തനഭോഗം, അതായത് മുലകുടി, കാമലീലകളിൽ പെട്ടതായിരിക്കെ വിശേഷിച്ച് ഇവിടെ മുഹമ്മദിനൊരു പണിയാ കൊടുക്കുന്നത് ഇവര്. മനസ്സിലായോ? മുതിർന്ന സ്ത്രീ പുരുഷന്മാരുടെ മുലകുടി കാമലീലകളാണെന്ന് പറഞ്ഞിരിക്കെ മുഹമ്മദ് അല്ലേ പറഞ്ഞത് സലീമിനോട് സഹലോട് പറഞ്ഞ മുല കൊടുക്കാൻ? അപ്പൊ മുഹമ്മദിനെ മലർത്തിയടിക്കുക മാത്രമല്ല, ഇത് ഹീനമാന്ന് ഇവര് പറയുന്നത്. ഇവരിങ്ങനെ പറഞ്ഞാൽ പോരാ, പക്ഷെ ഇവര് പറഞ്ഞിട്ട് ഈ മതത്തിനകത്ത് പുറത്തു പറയും. ഇപ്പോഴും ആ മതത്തിനകത്ത് കിടന്ന് മുഹമ്മദിന്റെ സുന്നത്തുകൾ ഒക്കെ ആചരിച്ചുകൊണ്ട് കിടക്കുക. അപ്പൊ ഈ ഭാഗത്ത് ഐഷ കൊടുത്തു എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറയുന്നത് കേട്ടോ ബ്രദറെ? കേട്ടു. ഇതിന്റെ റെഫറൻസ് ഒന്ന് താഴെ എഴുതിയിടാവോ ചാക്കോ പാസ്റ്ററെ? നമ്മുടെ വായിക്കൊള്ളുന്നില്ല. താഴെ ഓക്കെ ഞങ്ങൾക്ക് വായിക്കൊള്ളുന്നില്ല കാര്യം.